ഹായ് ഗൈസ്, നമ്മുടെ ടോക്സിക് മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആണ് ഈ വീഡിയോ. എല്ലാവരും ഒന്ന് കണ്ടിരിക്കുക. കണ്ടതിന് ശേഷം അവസാനം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാം. സേ ഇറ്റ്, അത് തന്നെയാണ് ടോപ്പിക്ക്. സേ ഇറ്റ്. ഗീതു മോഹൻദാസ് കുറച്ച് വർഷങ്ങൾ മുമ്പ് വന്ന് ഒരു WCCയുടെ ഒരു പ്രസ് മീറ്റിൽ വന്നിട്ട് കസബ സിനിമേനെ കുറിച്ച് സേ ഇറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അവിടെ തൊട്ടാണ് ഈ പടത്തിൻ്റെ എല്ലാ തുടക്കം. അതായത് ഈ ടോക്സിക് എന്ന് പറഞ്ഞ മൂവിയിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉൾപ്പെടെ കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് ഈ സേ ഇറ്റ് വെച്ചിട്ട് തന്നെയാണ്. യഷിൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് ടോക്സിക്കിൻ്റെ ആദ്യ ട്രെയിലർ സംതിങ് ലൈക്ക് ദാറ്റ്, ടീസർ സംതിങ് ലൈക്ക് ദാറ്റ് റിലീസ് ചെയ്യുന്നു. അവിടെ നിന്ന് തുടങ്ങി. ഞാൻ ഉൾപ്പെടെ വീഡിയോ ഉണ്ട് ഇൻസ്റ്റയിൽ. സെയ്റ്റ് എന്ന് പറഞ്ഞിട്ട് അന്ന് കിടന്ന് ഘോരം പ്രസംഗിച്ച മെമ്പേഴ്സ് ഒരാൾ പോലും ഈ കാണിച്ചു വെച്ചാൽ അവരതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അതിനുശേഷം ഗീതു മോഹൻദാസിൻ്റെ പ്രതികരണം എന്തായിരുന്നു, മറ്റുള്ളവരുടെ പ്രതികരണം എന്തായിരുന്നു, ഇതിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എല്ലാവരും ഉണ്ട്. എൻ്റെ അകത്ത് ഗീതു മോഹൻദാസ് വരുന്നുണ്ട്, നമ്മുടെ പാർവതി വരുന്നുണ്ട്, പിന്നെ അഞ്ജലി മേനോൻ ഓഫ് കോഴ്സ് വരുന്നുണ്ട്. ഇവരൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. സോ എല്ലാവരും ഒരു കോൺട്രിബ്യൂഷനോട് കൂടി നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ഇഷ്യൂ ഇപ്പോൾ ന്യൂസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ന്യൂസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഒരു സാധനം ഒന്ന് കാണിച്ചു തരാം. അതുകൊണ്ടാണ് രൂപേഷിന്റെ ചോദ്യം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി MS ഹരികൃഷ്ണനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഹരി, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? ഹരി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് ഗീതു മോഹൻദാസിന്റെ സംവിധാനത്തിൽ യശ് നായകനായിക്കൊണ്ട് ടോക്സിക് എന്ന ചിത്രം റിലീസ് എത്തിയത്. ഏകദേശം 4 വർഷങ്ങൾക്ക് ശേഷം യശ് നായകനായി എത്തുന്ന സിനിമ. ഈ 4 വർഷവും യശ് ഈ ചിത്രത്തിന് പുറകെ തന്നെയായിരുന്നു. എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ട് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ തന്നെ ചിത്രത്തിന് ഇന്ത്യ ഒട്ടാകെ കിട്ടുന്നത് വളരെയധികം നെഗറ്റീവ് റെസ്പോൺസ് ആണ്. സമ്മിശ്ര പ്രതികരണം എന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിൽ ഇന്ത്യ ഒട്ടാകെയുള്ള പ്രധാനപ്പെട്ട റിവ്യൂവേഴ്സും തിയേറ്റർ റെസ്പോൺസിൽ വരുന്ന പ്രേക്ഷകരുടെ പ്രതികരണവും ഒക്കെ തന്നെ മറു രീതിയിലായിരുന്നു. പ്രതീക്ഷിച്ചതിനേക്കാൾ വിപരീതമായിട്ടായിരുന്നു വന്നത്. ഏകദേശം 500 കോടി രൂപ ബഡ്ജറ്റിൽ ഒരുക്കപ്പെട്ട സിനിമയും കൂടിയായിരുന്നു അത്. ടോക്സിക് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് അതിന് മുന്നേ റിലീസ് ചെയ്ത് യഷിന്റെ ബർത്ത്ഡേ ടീസറും ഒക്കെ ബന്ധപ്പെട്ട് സ്ത്രീ വിരുദ്ധത നിറഞ്ഞു നിൽക്കുകയാണ്. ടോക്സിക് രംഗങ്ങൾ ഒരുപാടുണ്ട് എന്നത് സംബന്ധിച്ച് ഗീതു മോഹൻദാസിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പ്രീ റിലീസ് ഇവന്റുമായി ബന്ധപ്പെട്ട് ഗീതു മോഹൻദാസ് എത്തിയപ്പോൾ പോലും ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഗീതു പറഞ്ഞ മറുപടി സിനിമ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പറയൂ എന്നത് സംബന്ധിച്ചാണ്. ഓക്കെ, സിനിമ കണ്ടതിന് ശേഷമുള്ള അഭിപ്രായം നമ്മളെല്ലാവരും കണ്ടതാണ്. ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഞാൻ വീഡിയോ ഇട്ടുണ്ട്, ഒരുപാട് ക്രിയേറ്റേഴ്സ് വീഡിയോ ഇട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റയിലിട്ട വീഡിയോ അറൗണ്ട് ഒരു 1 lakhിൻ്റെ മുകളിൽ വ്യൂസ് കയറി. അതിൽ 1, 2, 3 പേര് വന്നിട്ട് നീ എന്ത് കണ്ടിട്ടാടാ ഈ പറയുന്നേ, നീ സിനിമ കണ്ടോടാ, നിനക്ക് എന്ത് യോഗ്യത ഉണ്ടാന്നൊക്കെ പറഞ്ഞാൽ മൊണ്ണകളുടെ അടുത്തുൾപ്പെടെ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. എൻ്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെ. അതായത് ഡ്യുവൽ സ്റ്റാൻഡ് നമ്മൾ കാണിക്കാറില്ല ഒരൊറ്റ സ്ഥലത്ത് ഉറച്ചു വെക്കും. ഓക്കെ, ഞാൻ സിനിമയായിട്ട് കാണുകയും അതിനെ എൻജോയ് ചെയ്യുന്ന ആളാണ്. നല്ല സിനിമകൾ വന്നാൽ അതിനെ നല്ലതെന്ന് പറയും, നല്ല രീതിക്ക് എൻജോയ് ചെയ്യും. മോശം സിനിമകൾ വന്നാൽ എൻ്റെ കാശ് മുടക്കി പോണ പടമായിട്ട് ഞാൻ മോശം എന്ന് തന്നെ പറയും. ഈ ഒരു വീഡിയോയിൽ ത്രൂ ഔട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മെത്തേഡ് ഉണ്ട്, ഒരു ഫോർമുല ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അതായിരിക്കും നല്ലത്. അപ്പോൾ ഈ സെയ്റ്റ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ ആ വീഡിയോ ഒന്നും കൂടി വെച്ച് തരാം. ജസ്റ്റ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണണേ. എഗെയിൻ എടുത്ത് പറയണ വേറെ ഒന്നും കൊണ്ടല്ല. പകുതിക്ക് വെച്ച് കമൻറ്റ് ഇട്ടാലോ പകുതിക്ക് വെച്ച് നിങ്ങളുടെ അഭിപ്രായം തുടങ്ങിയാലോ ചിലപ്പോൾ ഒരു കംപ്ലീറ്റേഷൻ കിട്ടില്ല. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ മനസ്സോർന്ന് പറഞ്ഞു. All know the cinema and I wouldn't want to say it. And one of Kasaba is a movie that I unfortunately watched. And with all due respect to all the technicians who worked in the film, I was definitely disappointed to watch an actor par excellence, whom many films of his have watched, who happened to say certain dialogues which were not only derogatory but most saddening to a woman in a scene. ഇത് എവിടെയെങ്കിലും കൂടെ കള. Fuck you. നോക്കാം. What? Madam, pardon me for not saluting you. I'll make it up to you. And I bet you'll walk wrong for a week. So when the hero says it, it's obviously glorified. So it gives the license for many other men to do the same thing because it's oh so sexy and cool. Definitely വരുന്നത് ഏറ്റവും വലിയ ഉത്തരവാദിത്തം വീഴുന്നത് അപ്പോൾ ഇതായിരുന്നു അന്നത്തെ സീൻ. അതായത് ഹീറോസൊക്കെ ഇങ്ങനെ ഒരു വുമണ്ണ സിനിമയിൽ മെറ്റീരിയലൈസ് ചെയ്ത് കാണുമ്പോഴും അല്ലെങ്കിൽ ഈ ഒരു
ഒരു കാമത്തോടു കൂടി കാണുമ്പോഴും ആ രീതിയിലുള്ള സീനുകൾ പോർട്രേറ്റ് ചെയ്യുമ്പോൾ, ആ രീതിയിലുള്ള ഡയലോഗ് ഡെലിവർ ചെയ്യുമ്പോൾ എല്ലാവരും വാവ് കൈയടിക്കും, അടിപൊളി സൂപ്പർ എന്ന് പറയും. ഇതൊക്കെ മാറണം, ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ വേണം എന്നുള്ള രീതിയിലാണ് അവരന്ന് അതിനെ എതിർത്തത്. ഒരു കൂട്ടായ്മ തന്നെ ഉണ്ടായിരുന്നു WCC ഓഫ് കോഴ്സ്. ഇപ്പോൾ അതെല്ലാം മാറി എന്ന് വേണം പറയാൻ. കാര്യം അവർക്ക് എല്ലാവർക്കും മനസ്സിലായി ഒരു കൊമേഴ്ഷ്യൽ സിനിമ അല്ലെങ്കിൽ ഒരു മാസ് മസാല എൻ്റർടൈൻമെൻറ്റ് സിനിമ വരുമ്പോൾ അതിൽ എല്ലാവിധ എലമെൻസും ആഡ് ചെയ്യേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സക്സസ് ആവില്ല. ഇപ്പോൾ ഈ ടോക്സിക് എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി, അതായത് ടീസറിലും ട്രെയിലറിലൊക്കെ വെച്ച കുറേ സാധനങ്ങൾ കണ്ടുകൊണ്ടാണ് ഒരു മോസ്റ്റ് മെജോറിറ്റി ഓഫ് ഓഡിയൻസ് വ്യൂവേഴ്സ് ഈ പടം കാണാൻ വേണ്ടി കയറിയത്. പിന്നെ ഓഫ് കോഴ്സ് യശ് എന്നുള്ള ഫാക്ടർ ഭയങ്കരമായിട്ടുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതോടൊപ്പം തന്നെ യഷിൻ്റെ ഇതുപോലത്തെ കുറേ സീനുകൾ, ഏത് 18+ എന്ന് പറയുന്ന സാധനങ്ങൾ നിങ്ങളെല്ലാവരും ഉദ്ദേശിച്ച് പോയത് യഷിൻ്റെ പ്ലക്കലാണ്, അല്ലെന്നുണ്ടെങ്കിൽ കുറേ സ്ത്രീ കഥാപാത്രങ്ങളെ കൊണ്ടുവന്നിട്ടുള്ള പ്ലക്കലാണ്. ആ പ്ലക്കൽ എന്തോ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പടം കണ്ടവർക്ക് നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ ഏത് ലെവലായിരുന്നു എന്നുള്ളത് അതിനെക്കുറിച്ച് ഞാനിതിൽ പറയാം. അതായത് ഈ സിനിമയിൽ ഈ 18+ എന്നുള്ള ഉദ്ദേശിക്കുന്നത് മൊത്തം കുറേ എന്താ പറയുക, കുറേ ഫൈറ്റ് സീനുകൾ, അതിൽ വരുന്ന കുറേ എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ മാർക്കോലൊക്കെ വന്നേക്കുന്ന പോലത്തെ കുറേ സാധനങ്ങൾ വെച്ചിട്ടാണ് ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയേക്കണം. പ്ലക്കൽ സൈഡിലേക്ക് വരുമ്പോഴേക്കും വലിയ കാര്യമായിട്ടൊന്നുമില്ല. അതായത് നോർമൽ മലയാള സിനിമയിലും അല്ലെങ്കിൽ ഹിന്ദി, ഇംഗ്ലീഷ് എല്ലാ സിനിമകളിലും എന്താ പറയുക വെക്കുന്ന ഉണ്ടാവുന്ന ഇതുപോലെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന പല സീനുകൾ പോലും അതിൻ്റെ ഒരു ലെങ്ത്തിലേക്ക് പോലും എത്തിച്ചിട്ടില്ല. കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറച്ച് ഒരസലും പിന്നെ കുറേ എക്സ്പ്രഷൻ ഇടലും കുറച്ച് സൗണ്ടും, ഇത്രേ ഉള്ളൂ ബേസിക്കലി നിങ്ങൾ ഉദ്ദേശിച്ച പ്ലക്കലിൻ്റെ അകത്ത്. പ്ലക്കലുകൾ കുറേ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഉണ്ട്, അത്യാവശ്യം കുറേ സീനുകളുണ്ട്. പക്ഷേ അതിലൊന്നും ഈവൻ ഞാൻ ഉള്ള കാര്യം പറയട്ടെ, ഒരു ലിപ് ലോക്ക് സീൻ പോലും ഇല്ല, ഒരു കിസ്സിങ് സീൻ പോലും ഇല്ല. അത്ര വൃത്തിക്ക് ആ കാര്യം പുള്ളിക്കാരി മാനേജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ വരുന്നൊരു സാധനം എന്താണെന്നുള്ളത് നമ്മൾ തുടർന്ന് സംസാരിക്കുന്നുണ്ട്. അതായത് യഷിൻ്റെ ഈ എന്ത് പടമാണ് ഇത് എടുത്തു വെച്ചേക്കണം, അല്ലെങ്കിൽ ഇത് എന്ത് പടമെന്ന് ചോദിച്ചപ്പോൾ ഗീതു മോഹൻദാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണമുണ്ട്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത്. പറയേച്ചി. A gangster film. It's a gangster genre with a female gaze. How about that? It's done, so I'm just hoping to get things rolling pretty soon. ഇത്രയും മാർക്കറ്റുള്ളൊരു നടന, ഇത്രയും മോസ്റ്റ് അവൈറ്റഡ് മൂവി ഇൻ ഇന്ത്യ, 4 വർഷത്തോളം ആയില്ലേ KGF 2 കഴിഞ്ഞിട്ട്, അതിന് ശേഷം യശ് അഭിനയിക്കുന്ന ഒരു പടം, അതിനുവേണ്ടി ആ ഒരു നടൻ ഇത്രയും എഫോർട്ട് ഇട്ട് ഇത്രയും വർഷം പടത്തിൻ്റെ കൂടെ നിൽക്കുന്ന അയാൾ ഇങ്ങനെ പറ്റിക്കാൻ നിങ്ങൾക്ക് നാണമില്ലായിരുന്നു. ഞാൻ ആലോചിക്കുന്നത് 3 മണിക്കൂർ 15 മിനിറ്റ് ഈ പടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്ത് കൊടുത്താൽ എഡിറ്റർക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടി, ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെല്ലാവരും കൂടി ഒരു അവാർഡ് കൊടുക്കണം, അല്ലെങ്കിൽ സമാധാനത്തിനുള്ള സമ്മാനമെങ്കിലും അയാൾക്ക് കൊടുക്കണം. കാര്യം 3 മണിക്കൂർ 15 മിനിറ്റായിട്ട് അത് കട്ട് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ കൊടുത്ത ഫൂട്ടേജ് ഹാർഡ് ഡിസ്ക് എത്ര ലെങ്ത്തിൻ്റെ ആയിരിക്കും? മിനിമം ഒരു 10-24 മണിക്കൂറിന് സിനിമ ആയിരിക്കും കൊടുത്ത്. ഇത് വല്ല സീരിയസ് ആക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്തതാണ് സാധനം. എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം ഒരു കണക്ഷനും ഇല്ലാത്ത കുറേ സീനുകൾ, ഒരാവശ്യമില്ലാത്ത കുറേ സീനുകളൊക്കെ വെച്ചിട്ട് ഒരു പടം ഒരു 1.5 മണിക്കൂർ തീർക്കേണ്ട ചെറിയൊരു സ്റ്റോറി അതിലാവശ്യമില്ലാത്ത പ്ലക്കൽ സീനുകളും ചാന്നം പിന്നെ ബുള്ളറ്റ് വാരിയറിയിലും വെടിവെപ്പും മാത്രം ആക്കിയിട്ട് ഇത്രയും ലെങ്ത് ആക്കി വെച്ച്, പിന്നെ ഒരാവശ്യമില്ലാണ്ട് റബ്ബർ ബാൻഡിനേക്കാൾ കൂടുതൽ വലിയുന്ന രീതിയിലുള്ള കുറേ സീനുകൾ, അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ സീനുകൾ. ആ സീനുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ ആവശ്യം പോലും ഇല്ല. കാര്യം ആവശ്യമുള്ള ചില സീനുകൾ, ചില സിറ്റുവേഷൻസ് ഒന്നും ബിൽഡ് ചെയ്തെടുത്തിട്ട് പോലുമില്ല കറക്റ്റായിട്ട്. ഒക്കെ ഒരുമാതിരി നമ്മളിങ്ങനെ നോക്കിയിരിക്കണം. കണ്ണിൽ മറ്റേ എന്താ മീശമാധവൻ സിനിമയിൽ കൊച്ചിനെ നീഫ് മുളക്കോലും വെച്ചുകൊണ്ടിരിക്കില്ല, അതുപോലെ ഇങ്ങനെ നോക്കി. അല്ലെങ്കിൽ ഒന്നാമത്തെ കേസ് ഉറങ്ങിപ്പോവും, രണ്ടാമത്തെ കേസ് ഒന്നും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ രീതിക്കാണ് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫൊക്കെ കണ്ട് ഓടിപ്പോണത്. സെക്കൻഡ് ഹാഫിൽ ഒരു മെനകെട്ടൊരു ലാഗ് സീനുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തൊരു എക്സാമ്പിൾ കഥ ഒരു എന്താ പുള്ളിക്കാരുടെ പേര് ഞാൻ പറഞ്ഞോട്ടെ, സോറി. സെക്കൻഡ് ഹാഫിൽ വന്നൊരു ഹീറോയിൻ ഉണ്ട്, പുള്ളിക്കാരി ഒരു കഥ പറയുന്നുണ്ട്. ഏതോ പുലി കൊക്കേന്ന് വീണ് ചത്തുപോയി. ഈ ചത്തുപോയി എന്ന് പറയണ കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ചിരി തുടങ്ങും. അവിടെ ഇതുപോലത്തെ കുറേ അപരാധം സീൻ കൊണ്ടെന്ന് വെച്ചിട്ട് നശിപ്പിച്ച് വെച്ചൊരു പടം. ആ യശ് എന്ന് പറഞ്ഞ ആളുടെ ഇത്രയും നാളുണ്ടായിരുന്ന ഒരു മാർക്കറ്റ് തകരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ. ബട്ട് എനിവേ അയാളുടെ ഒരു വാല്യൂ കളഞ്ഞൊരു മൂവിയാണത്. ഇനി ഗാങ്സ്റ്റർ മൂവിയിലേക്ക് വരാം. ഇതിൽ എന്ത് ഗാങ്സ്റ്റർ സാധനമാണ് കാണിച്ചതെന്ന് ഗീതു മോഹൻദാസ് ഒന്ന് വന്നിരുന്ന ഒരു പ്രസ് മീറ്റ് വെച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും. ഗാങ്സ്റ്റർ മൂവീസൊക്കെ ഒരുപാട് ലോ ബഡ്ജറ്റിൽ തന്നെ മലയാളത്തിൽ പോലും പല ഗാങ്സ്റ്റർ മൂവി വന്നിട്ടുണ്ട്. അതിലൊക്കെ ഉള്ള ഒരു വോ മൂമെൻ്റ് അല്ലെങ്കിൽ ആ സെറ്റ് എന്ന് പറയുന്ന ഒരു സാധനം പോലും ഇതിലൊരു ഗാങ്സ്റ്റർ സീനുകളിലും ഉണ്ടായിട്ടില്ല. എല്ലാത്തിലും സെയിം റിപ്പീറ്റഡ് സീൻ. യശ് ഇങ്ങനെ സൈഡ് പ്രൊഫൈല്, ബാക്ക് പ്രൊഫൈല്, ഫ്രണ്ടിൽ നിന്നുള്ള പ്രൊഫൈൽ, ഇതിൻ്റെയൊക്കെ സ്ലോ മോഷൻ, കുറച്ച് കട്ട്സ്, അതിന് തോക്കെടുക്കുന്നത്, പിന്നെ ചരംവിടം വെടിയാണ്. ഇയാൾക്ക് ഒരു വെടിയും കൊള്ളൂല. ഇയാൾക്ക് ആകെ 2 വെടിയാണ് കണ്ട് കൊള്ളുന്നത്. അത് ജസ്റ്റ് സ്ക്രച്ച് ചെയ്ത് പോയതാണ്. പിന്നെ ഏതോ ഒരു സീനിൽ 2 വെടി ഇവിടെ കൊള്ളുന്നത്. എന്നാൽ ഇയാൾ ചാവൂല, അത് വേറെ കാര്യം. ബാക്കിയുള്ളവരൊക്കെ പുള്ളിയുടെ ഒരു ഇടി തന്നെ ചത്ത് വീഴുക. പിന്നെ വെട്ടലും കുത്തലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, ഇറച്ചിക്കടയിൽ പോലും ഇല്ല ഇമ്മാരി വെട്ടൽ. അതുപോലെ വെട്ടലാണ്. വെട്ടി നിരത്തി.
ഇതിൽ എന്ത് ഗാങ്സ്റ്റർ സീനാണ് ഉള്ളത്? പുള്ളിനെ കാണിക്കുന്നത് നയൻതാരയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, അടിപൊളിയായിരുന്നു. നയൻതാരയുടെ ക്യാരക്ടർ സിനിമയിൽ ഭയങ്കര ആപ്റ്റായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, അത് വർക്കായിട്ടുണ്ട്. നയൻതാര പറയുന്നുണ്ട്, നീ ഈ സിറ്റി മൊത്തം ഭരിക്കണം, ഇത് മൊത്തം ഭരിക്കണ ആളായി മാറണം നീ എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് കേൾക്കും. അപ്പോഴൊക്കെ ഇവനൊരു വലിയ ഗാങ്സ്റ്ററായിട്ട് വരുമെന്നൊക്കെ തോന്നും കേട്ടോ. എന്നിട്ട് വലിയ മല പോലെ വന്ന ആൾക്കാരെയൊക്കെ പിഷ്കാവെന്നും പറഞ്ഞ് വെടിവെച്ച് വന്നിട്ടൊക്കെ അങ്ങോട്ട് പോവുക. അപ്പം നമ്മൾ ആലോചിക്കും എന്തിനു വേണ്ടിയാണ് പിന്നെ അവരുടെ കൂടെയൊക്കെ ഇത്രയും നാൾ ഇങ്ങനെ ഇത്ര സിനിമയിലെ ത്രൂ ഔട്ട് ആ ലെങ്ത് വരെ ഇങ്ങനെ നടന്ന് ഞാനുണ്ടെന്നുള്ള രീതിയിൽ നടന്ന് എന്തിനാണെന്ന് ആലോചിക്കുക. അതും ഒരു പെണ്ണിന് വേണ്ടി. അവിടെയും സ്ത്രീ തന്നെയാണ് മെയിൻ വിഷയം. അല്ലാതെ ഗാങ്സ്റ്റർ മൂവി എന്ന് പറയുമ്പോൾ അതിൽ ലഹരിയുടെ ഇടപാടോ അല്ലെങ്കിൽ ഗാങ്സ്റ്റേഴ്സ് തമ്മിലുള്ള ഫൈറ്റോ ഇതൊന്നും അല്ല മെയിൻ. എല്ലാത്തിലും മെയിൻ റീസണായിട്ട് തന്നെ സ്ത്രീകൾ തന്നെ. പിന്നെ ഈ ഫീമെയിൽ ഗെയ്സ് എന്ന് പറഞ്ഞാൽ ഞാനത് ആ ഒരു ടേം കുറച്ചായിട്ട് നമ്മളിങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട് മെയിൽ ഗെയ്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. അതിന് എതിരായിട്ട് അല്ലെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഫീമെയിൽ ഗെയ്സ് എന്നുള്ളൊരു പേഴ്സ്പെക്റ്റീവ് വന്നത് സിനിമയിൽ. ആക്ച്വലി അത് മെയിലിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സാധനമൊന്നുമല്ല, അല്ലെങ്കിൽ മെയിൽ പേഴ്സ്പെക്റ്റീവിന് അഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു അങ്ങനെ ഒരു ഡോമിനേഷന് വേണ്ടി അങ്ങനെയൊന്നുമല്ല. കാഴ്ചപ്പാടുകളുടെ വ്യത്യാസമാണ്, സിനിമയിലുള്ള കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം. എനിക്ക് മനസ്സിലായ ചെറിയൊരു കാര്യമുണ്ടത്, ഇത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. അതായത് സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്ത് കാണിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കാമം ആ ഒരു രീതിയിലുള്ള സീനുകളിൽ അങ്ങനെ ഒബ്ജക്റ്റിഫൈ ചെയ്ത് കാണിക്കാതെ സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യം കൊടുത്ത് അവരുടെ കണ്ണിലൂടെ എങ്ങനെ അവരുടെ പേഴ്സ്പെക്റ്റീവിൽ എങ്ങനെ കാണുന്നു എന്നുള്ളത് ശരീരത്തിൽ നോക്കാതെ മനസ്സിൽ നോക്കിയത് അല്ലെങ്കിൽ കണ്ണിൽ നോക്കി ക്യാമറ സംസാരിക്കുന്ന അല്ലെങ്കിൽ ക്യാമറ ഇത് ചെയ്യുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് സംസാരിക്കാനാണെങ്കിൽ കുറേ ഇന്ത്യയോ സബ്ജക്റ്റ്, ഇത് അത്യാവശ്യം കുറച്ച് വൈഡായിട്ടുള്ളൊരു ടോപ്പിക്കുമാണ്. ഇതിനെക്കുറിച്ച് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് പിന്നീട് ചെയ്യാം. എനിവേ ഇതാണൊരു ഇത്, അതായത് എങ്ങനെയായിരുന്നു സിനിമയിൽ ഇപ്പോൾ ഈ മമ്മൂട്ടിയുടെ ഒരു സീനൊക്കെ കാണിച്ചില്ല, അതിലൊക്കെ ഒരു ഫീമെയിലിനെ ഒബ്ജക്റ്റിഫൈ ചെയ്തിട്ട് ആ രീതിയിലുള്ളൊരു ഡബിൾ മീനിങ് ഡയലോഗൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഒരു ഫീമെയിൽ പേഴ്സ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ഫീമെയിലിൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു വീക്ഷണത്തിലൂടെ സിനിമയെ നോക്കി കാണുന്ന രീതിയിലുള്ളൊരു ആ ഒരു പേഴ്സ്പെക്റ്റീവിലൊക്കെ സിനിമകൾ വന്നം അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാറണം, അങ്ങനത്തെ ഒരു രീതി വേണം എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു ഫീമെയിൽ ഗെയ്സ് എന്ന് പറഞ്ഞത്. ഈ പുള്ളിക്കാരീൻ്റെ അകത്ത് ഇപ്പം അതൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ലായിരുന്നു. ഇവർ ഈ പറഞ്ഞൊരു സാധനം ഈ പറഞ്ഞ സാധനം ഇതിൻ്റെ അകത്തില്ല. ഇതിൽ ത്രൂ ഔട്ട് വന്നത് എഗെയിൻ ഫീമെയിലിനെ ഒബ്ജക്റ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ഇയാൾക്ക് പ്ലക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറേ കഥാപാത്രങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അവർ ഇയാളെ എങ്ങനെ വളക്കുന്നു എന്നുള്ളത് ഫസ്റ്റത്തെ ഫാക്ടർ. വളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ പരിപാടി പ്ലക്കലാണ്. ഒരു സീനൊക്കെ ഉണ്ട്, ഒരു അതിലെ മെയിൻ ക്യാരക്ടറായിട്ട് തന്നെ ആളുടെ ഈ പറഞ്ഞ പോലെ ആളെ വളക്കാൻ വേണ്ടി കുറേ പുള്ളിങ്ങനെ ശ്രമിക്കുന്നു, അവസാനം വളച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്ലക്കല. അതിൽ സ്ത്രീകൾ ഉൾപ്പെടെ കൂട്ട് നിൽക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. അതായത് അവരുടെ വികാരത്തെ പോലും മാനിക്കാത്ത രീതിയിലാണ് ഒരു മെയിലിൻ്റെ കഴിവ് ഉപയോഗിച്ചിട്ട്, അതും സിനിമയിൽ അത് തന്നെ അങ്ങനെ തന്നെ കാണിക്കുന്നത്. മെയിലിൻ്റെ ഒരു കഴിവ് ഉപയോഗിച്ചിട്ട് അയാളുടെ ഒരു പവർ അല്ലെങ്കിൽ അയാളുടെ ഒരു ലുക്ക് വൈസ് അല്ലെന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു വളക്കാൻ വേണ്ടിയുള്ള ഡയലോഗ്സ് ഇതെല്ലാം ടോട്ടൽ ഒരു മെയിൽ പേഴ്സ്പെക്റ്റീവ് തന്നെയാണ് സിനിമ ഇരിക്കുന്നത്. അത് ഉപയോഗിച്ച് ഒരു സ്ത്രീയെ വളയ്ക്കുന്നു, അവരെ പ്ലക്കുന്നു. ഇതാണ് പടം. ഓക്കെ, ഈ പ്ലക്കലിൽ നിന്ന് ആദ്യത്തെ പ്രണയം തുടങ്ങുന്നു. ആ പ്രണയത്തിലേക്കാണ് ആ പ്രണയമാണ് പിന്നെ കഥ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ പ്രണയത്തിൻ്റെ കാര്യം വളരെ താഴ്ന്നു. ബാക്കിയുള്ള ഇയാളുടെ വെടിവെപ്പും ബാക്കിയുള്ള പ്ലക്കലും അതിൻ്റെ മുകളിൽ നിൽക്കുന്നു. അങ്ങനെ പ്ലക്കി ഇൻ്റർവെല്ലും കഴിഞ്ഞ് പിന്നെ അടുത്ത പ്ലക്ക് കൊടുക്കും. അടുത്ത പ്ലക്ക് തുടങ്ങുമെങ്കിൽ ആദ്യത്തെ പ്ലക്ക് അതൊരു വിഷയമാകും. പിന്നെ അതിലേക്ക് കണക്ട് ചെയ്യുന്ന കുറേ സാധനങ്ങൾ അങ്ങനെയൊക്കെ എന്തൊക്കെയോ രീതിയിൽ കഥ അങ്ങോട്ട് പോകുന്നുണ്ട്. അവസാനം മനസ്സിലാവും ഈ എല്ലാം ഈ പ്രണയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ പെണ്ണിനോട് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് പിന്നീടാണ് നമുക്ക് മനസ്സിലായി തുടങ്ങും പതുക്കെ. ഇടയ്ക്ക് വിചാരിക്കും ചേച്ചീനോടുള്ള സ്നേഹം കൊണ്ടാണ് ഏത് നയൻതാര, ഇടയ്ക്ക് വിചാരിക്കുക പ്രേമിച്ച പെണ്ണിനോടുള്ളതാണ്. എന്ത് പണ്ടാറോ കാണിച്ചു വെച്ചാൽ ഒരു പിടുത്തുമില്ല. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു പേഴ്സ്പെക്റ്റീവ്. ആശയം ഈസ് നോട്ട് ഈക്വൽ ടു ആമാശയം. വെൻ ഇറ്റ് കംസ് ടു സിനിമ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ഫിലിം, ഒരു മാസ് മസാല എൻ്റർടൈൻമെൻറ്റ് ഫിലിമിലേക്ക് വരുമ്പോഴേക്കും ഗീതു മോഹൻദാസിൻ്റെ ആശയങ്ങളോ അല്ലെങ്കിൽ WCC അന്ന് ഉന്നയിച്ച ആശയങ്ങളോ ഒന്നും അതിൻ്റെ അകത്ത് ഉണ്ടാവത്തില്ല. അതൊക്കെ ആയിട്ട് മാറ്റി നിർത്തിയായിരിക്കും. ഓക്കെ, സിനിമ വന്നിട്ട് പറയാമല്ലോ, സിനിമ വരുമ്പോൾ പറയാമെന്നാണ് അവർ പറഞ്ഞത്. സിനിമ വന്നപ്പോഴും ആൾക്കാർക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവരോട് ഉണ്ടായിരുന്ന മതിപ്പും അല്ലെങ്കിൽ മതിപ്പെന്ന് പറഞ്ഞാൽ എനിക്കില്ല, എന്തെങ്കിലും ആവട്ടെ. സിനിമ കാണുമ്പോഴേക്കും അങ്ങനെയെങ്കിലും ഒരു വേറൊരു പെർസ്പെക്റ്റീവ്, വേറൊരു ആംഗിൾ അതിൻ്റെ അകത്ത് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അതും പോയി കിട്ടി. ഇപ്പോൾ ഒന്നുമില്ല. ഇനി ഗീതു മോഹൻദാസിന് ബാക്കി പറയാനുള്ള പറ. അവർ സൊസൈറ്റി ഈസ് കണ്ടീഷൻഡ് ഇൻ എ സർട്ടൻ വേ. നമ്മൾ അവരെ പ്രൊവോക്ക് ചെയ്തിട്ട് കാര്യമില്ല, ടിൽറ്റിലേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ദിസ് ഇസ് സിനിമ. നോ, യു ഹാവ് ടു സ്ലോലി ഇൻട്രൊഡ്യൂസ് ദം, സ്ലോലി മേക്ക് ദം കംഫർട്ടബിൾ. ഞാൻ അതാ വിശ്വസിക്കുന്നത്. അപ്പോൾ ആസ് എ ഫിലിം മേക്കർ ഇറ്റ് ഈസ് എൻ ആഡഡ് റെസ്പോൺസിബിലിറ്റി ദാറ്റ് പീപ്പിൾ ആർ കംഫർട്ടബിൾ when they watch with their family, with their spouse, whatever. If they are conditioned in a certain way in their thoughts, then I need to make them very comfortable.
സത്യം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റിയൊരു സിനിമയായിരുന്നു. തെളിയിച്ചു. എൻ്റെ പൊന്നു ചേച്ചി, സമ്മതിക്കണം നിങ്ങളാ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് താമസിച്ചായിരുന്നു. ഞാനൊക്കെ ഇവിടെ താമസിക്കാൻ വന്ന സമയത്ത് ഇത്ര വർഷങ്ങൾ മുമ്പ് എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് റോഡുണ്ട്, അവിടെയാണ് ഈ പുള്ളിക്കാരിയുടെ വീടുണ്ടായിരുന്നത്. ഇപ്പോൾ ഗീതു മോഹൻദാസ് ചിലപ്പോൾ എങ്ങാനും ഭാഗ്യവശാൽ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ മനസ്സിലാവും. അത് തന്നെ എൻ്റെ വീടിൻ്റെ അവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ ഒരു വാടൊക്കെ ഉണ്ടായിരുന്നു, ഒരു ചെമ്പരിയാട് പോലത്തെ ഒരു സാധനമൊക്കെ ഫ്രണ്ടിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു അതിന്. ഓക്കെ, അതൊക്കെ അന്ധകാലം. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാമിലി ഓഡിയൻസിന് ഉൾപ്പെടെ കാണാൻ പറ്റിയൊരു പടമാണ് നിങ്ങൾ പിടിച്ചു വെച്ചേക്കുന്നത് അല്ലേ. ഞായി എനിക്ക് എത്ര കമൻറ്റ് ഒന്നും അറിയും ഫാമിലി ആയിട്ട് കാണാൻ പറ്റുമെന്ന്. ഞാൻ പറയും പിള്ളേരെ കൊണ്ടൊന്നും പോകണ്ട, കാര്യം 18+ പിള്ളേരെ കൊണ്ട് പോകാൻ പറ്റിയ പടം അല്ല അത്. പിന്നെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ പടം അല്ല. കാര്യം ഇതിൻ്റെ അകത്ത് ഈ പ്ലക്കൽ സീനുകൾ അങ്ങനെ അങ്ങോട്ട് കാണിക്കുന്നില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ഫീൽ അവിടെ വരുന്നുണ്ട്. സംഭവം അതാണ് നടക്കണമെന്നുള്ളത്, തകർത്ത് നടക്കുക എന്നുള്ളത് കാണിക്കും. പിന്നെ യഷിൻ്റെ ഒരു ഫുള്ളായിട്ട് ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു സീനുണ്ട്, ഡു ഐ ലുക്ക് സിവിലൈസ്ഡ്, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് അല്ലേ, അങ്ങനത്തെ ഒരു ഡയലോഗ് അടിച്ചിട്ടുള്ള. അതും അടുത്ത പ്ലക്കിനുള്ള പ്ലാനായിരുന്നു. എൻ്റെ മോനെ, ഒരു സ്ത്രീയുടെ മുമ്പിൽ തുണിയില്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്ന സീൻ ഉൾപ്പെടെ വെച്ച് അത് വെച്ച് അവളെ വളക്കാൻ വരെ നോക്കിയ സീൻ, അങ്ങനത്തെ കുറേ സീനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വന്നിരുന്ന് പറയുന്നതാണ് ഫീമെയിൽ ഗേൾസ്. എന്തുവാടേ ഇനി 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 നമ്മുടെ അഞ്ജലി മേനോൻ മാമിന് എന്താ പറയാനുള്ളത് നോക്കട്ടെ സിനിമയെ കുറിച്ച് പറ. WCCയുടെയും കൊമേഴ്ഷ്യൽ ഫിലിംസിൻ്റെ കാര്യം പറഞ്ഞു ചോദിച്ചാൽ, ഈ ഗീതു മോഹൻദാസിൻ്റെ ഒരു ടോക്സിക് എന്ന് പറഞ്ഞൊരു മൂവിയുടെ ടീസർ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ക്രിറ്റിസിസംസ് വന്നിട്ടുണ്ട്. ഫ്ലാഷ് ആയിട്ടുള്ള വിഷ്വൽസ് ആണ്. അപ്പോൾ WCC അതിനൊരു പറയണം, എന്തുകൊണ്ടാണ് എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും WCC എക്സ്പ്ലനേഷൻ കൊടുക്കുകയോ? പടം വരട്ടെ, that's what I would like to say, because I'm also curious what is this film about, you know. പടം വന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഇനി പറയാൻ പറ്റുമോ? അല്ല, നിങ്ങളൊക്കെ ഒരു കൂട്ടായ്മേൻ്റെ പേരിൽ പറയാൻ പറ്റില്ലായിരിക്കുമല്ലേ, അല്ലെങ്കിൽ ഇതിനെ വളച്ചൊടിച്ചിട്ട് വേറെ ഇതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റില്ല, ഡിഫെൻഡ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും പോയിൻ്റായിട്ട് വരേണ്ടി വരുമായിരിക്കും. ഞാൻ ആലോചിക്കണം, നിങ്ങൾക്കൊക്കെ ഒരു നിലപാടെന്ന് പറഞ്ഞ സാധനമില്ലേ? ഓക്കെ, ഇപ്പോൾ ഇവരൊന്നും പ്രതികരിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഇവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. നിങ്ങൾ പറയണം മേഡം, നിങ്ങളിപ്പോൾ പടം കഴിഞ്ഞിട്ട് പറയാനല്ലേ പറഞ്ഞത്. പടം കഴിഞ്ഞിട്ട് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രതികരണം വേണം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇനി പടം കണ്ടിട്ട്? നിങ്ങൾ ഈ മീറ്റിംഗ് കമ്മിറ്റിയൊക്കെ കൂടി പറഞ്ഞു വെച്ച കാര്യങ്ങളെപ്പോലെ തന്നെ അങ്ങനത്തെ ഒരു പടമാണോ ഇത്, അല്ലെങ്കിൽ ഒരു പുതിയൊരു പേഴ്സ്പെക്റ്റീവ് ആണോ, പുതിയൊരു രീതിയാണോ, പുതിയൊരു ട്രീറ്റ്മെൻ്റ് ആണോ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നേക്കുന്നത്? അല്ലല്ലോ, എങ്ങനെയായിരുന്നു അത് തന്നെ. അതിൽ കുറച്ചും കൂടി എന്തൊക്കെയോ ഉണ്ടെന്ന് അങ്ങോട്ട് കാണിച്ച് പിക്ചറൈസ് ചെയ്ത് വെച്ച്, ഞാൻ പറഞ്ഞു ഇവരെ അല്ല കേട്ടോ, ഗീതു മോഹൻദാസ് പുതിയൊരു സാധനം പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ നോക്കിയാൽ ഗീതു മോഹൻദാസിൻ്റെ അടുത്താണ്, അല്ലെങ്കിൽ ഇവരെല്ലാവരും കേൾക്കാൻ വേണ്ടി തന്നെ പറയുന്നത്. എന്തുവാ കാണിച്ചു വെച്ചേക്കുന്നത് ആ പടത്തിൻ്റെ അകത്ത്? വീണ്ടും സ്ത്രീകൾക്ക് ഒരു പുല്ല് വിലയല്ലേ നിങ്ങൾ അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്? പുല്ല് വിലയല്ലേ കൊടുത്തേക്കുന്നത്? അതിൽ കുറച്ച് ഫോറിനേഴ്സ് ലേഡീസിൻ്റെ ഒരു സീൻ ഉണ്ട് കേട്ടോ, ഒരു കുറച്ചധികം പെൺകുട്ടികൾ വന്നിട്ട് ഫൈറ്റ് സീൻ ഏഷ്യായിട്ടുള്ള. അതിലൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടി വെക്കണ കാണണം. ഓരോന്നിൻ്റെ വായിക്കാത്ത കൂടി വെടി വെക്കുന്നു, കാല് പൊളിച്ചു വെച്ചിട്ട് വെടി വെച്ച് കീറുന്നു, എന്തൊക്കെ കാണിച്ചു കൂട്ടണത്. അത്രയും പോലും ഒരു എന്താ പറയുക, ഇത് ആണുങ്ങൾക്ക് അതിൻ്റെ അകത്തില്ല. പലരെയും ദൂരെ നിന്ന് വെടി വെച്ചിട്ട് തീർക്കുകയാണ്. കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കൈകാലൊക്കെ ഇതാക്കുന്ന സീനുകൾ. മാരകം. ഇനി എനിക്ക് ഏറ്റവും ചിരി വന്നിട്ടുണ്ടല്ലോ, ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് നമ്മുടെ പാർവതി തിരുവത്തിൻ്റെ ഒരു ക്ലിപ്പ് കയറി വന്നിട്ടാ. അതായത് ഇവർ എപ്പോഴും ഇൻസ്റ്റയിൽ Q&A സെഷൻ നടത്തിയ സമയത്ത് ആരോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ സൈറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അവർ കൊടുത്ത റിപ്ലൈ ഒന്ന് നോക്കിയോ. എൻ്റെ മോനെ, നിജാതി അവസ്ഥയായിപ്പോൾ. ഒരു പടം ഇറങ്ങിയിട്ട് മൊത്തം ടീമിനും അല്ലെങ്കിൽ WCCക്ക് ഉൾപ്പെടെ ഇത്ര ഊക്ക് കിട്ടുന്ന അവസ്ഥ. ഇത് ഞങ്ങൾ പലരും ഇതിൻ്റെ റിവ്യൂ പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു ടോപ്പിക്ക് ആഡ് ചെയ്യുമ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ട പേഴ്സ്പെക്റ്റീവ് അതാ. കാര്യം ഇവരെല്ലാവരും കൂടി ബിൽഡ് ചെയ്ത് വെച്ചൊരു സാധനമുണ്ട്, ഒരു വേറെ യൂണിവേഴ്സ്, അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് എക്സ്പെക്റ്റ് ചെയ്തിട്ട് അവരുടെ ടീമിൽ തന്നെ ഒരു ആൾ വന്നിട്ട് ഒരു പടം ഇറക്കുമ്പോൾ അപ്പോഴും എക്സ്പെക്റ്റേഷൻ കൂടുതല. എന്നാൽ ഇത്ര സീനുകളുണ്ട്, ഇതിനെങ്ങനെ ഇവർ ടാക്കിൾ ചെയ്യും, അല്ലെങ്കിൽ ഇതിന് എന്തൊരു ഇതായിരിക്കും ഇവർക്ക് പറയാനുള്ളതെന്നൊക്കെ ചിന്തിച്ച് പടം വരട്ടെ എന്ന് ഇവർ പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്ത് നിന്ന് പടം വരുമ്പോൾ ഓക്കെ ഇതൊന്നും അല്ല എന്നുള്ള രീതിയിൽ മാറാമല്ലോ. കാര്യം പല സിനിമയുടെ ടീസറും ട്രെയിലറൊക്കെ കാണുമ്പോഴേക്കും അതിനായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യമായിരിക്കും സിനിമയിൽ വന്നത്. പക്ഷേ ഇതിൽ ബർത്ത്ഡേക്ക് ഇറങ്ങിയ ആ ടീസർ, അതേ ടീസറിൽ അതേ സീനുകൾ തന്നെയാണ് ഇൻട്രോ സീനായിട്ട് എടുത്ത് വെച്ചാണ് ഈ പടത്തിൽ. എന്നിട്ട് അത് തന്നെയാണ് പിന്നെ അങ്ങോട്ട് ത്രൂ ഔട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇയാളുടെ പ്ലക്കലും വെടിവെക്കും തന്നെ. തോക്കും കൊണ്ട് വെടിവെക്കുന്നു, അയാൾ വെടിവെക്കുന്നു, തോക്കും കൊണ്ട് വെടിവെക്കുന്നു, അയാൾ വെടിവെക്കുന്നു. ഒരു മനുഷ്യനായിട്ട് നശിപ്പിച്ച അയാളുടെ കരിയർ വരെ നശിപ്പിച്ചാണെന്നല്ലോ നിങ്ങൾ നാലിക്കുകയാണെങ്കിൽ ഗീതു മോഹൻദാസ്. ഞാൻ പറഞ്ഞ യശ് ആ കിട്ടിയ റെമ്യൂണറേഷനിൽ നിന്ന് കുറച്ച് ആ ഷാർക്കിലും കൊടുത്ത് ഇവർ ഇനി മേലെ പടം ഒരു കഥ എഴുതരുതെന്നുള്ള രീതിയിൽ ഇതിലൊരു തീരുമാനം നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ. പാൻ ഇന്ത്യൻ സിനിമയായിട്ട് ഇറക്കിയിട്ട് പാൻ ഇന്ത്യൻ ഊക്ക് കിട്ടി പാൻ ഇന്ത്യൻ തെറിവിളിയും കേട്ടിരിക്കുന്ന ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു
ടീം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പല പടങ്ങളും ഇതുപോലെ പൊട്ടിയിട്ടുണ്ട്, പക്ഷേ അതിനൊന്നും ഇത്ര ഊക്ക് കിട്ടിയിട്ടില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരതുപോലെ ബിൽഡ് ചെയ്ത് വെച്ചത് അവസാന നിമിഷം വരെയുള്ള അവരൊരു കോൺഫിഡൻസ് കാണുമ്പോൾ സങ്കടം വരും. ഇപ്പം തിയേറ്ററിലൊന്നും ആളില്ല എന്ന് പറയണേ. എൻ്റെ എത്ര ഫ്രണ്ട്സ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ഇന്നലെ ഒരുത്തും വിളിച്ചിട്ടുണ്ടായി പടം കണ്ടിട്ട് അഭിപ്രായം പറയാതെ. ഞാൻ പറഞ്ഞു, നീ കണ്ടിട്ട് അഭിപ്രായം പറയാൻ സാധ്യതയില്ല അല്ലേ, നീ എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. വിളിച്ചിട്ടില്ല ഇതുവരെ. എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ട് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ഭാഗ്യം പടം കാണാനൊന്നുമില്ല, കാശ് പോയില്ല എന്ന് പറഞ്ഞിട്ട്. ഗീതു മോഹൻദാസ് നമിച്ചു നിങ്ങളെ. ഇനി മേലാൽ ഇജാതി പടം കൊണ്ട് വരരുത്. അല്ലെങ്കിൽ വന്നോ, നിങ്ങൾ ആവശ്യമില്ലാതെ ഇങ്ങനെ പറഞ്ഞ് ബിൽഡപ്പ് ചെയ്ത് നിങ്ങളെ തന്നെ വെറുതെ നശിപ്പിക്കരുത്. ശരിയെന്നാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യും. എന്താ അഭിപ്രായം എന്നുള്ളത് എനിക്ക് ഇറക്കുറ ഊഹിക്കാവുന്നുള്ളൂ. എന്നാലും പിന്നെ ഇതിലൊരു സൈഡ് നിന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യാൻ നിൽക്കരുതട്ടോ. മൊത്തം മനസ്സിലാക്കിയിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ ചിലർക്ക് ഇതങ്ങോട്ട് കൊള്ളും, ചില സോക്കോൾഡ് ഫെമിനിസ്റ്റ് ടീമുകൾക്ക് ഇതങ്ങോട്ട് കൊള്ളും. നീ ഞങ്ങളങ്ങനെ പറഞ്ഞോടാ. സിനിമേനെയാണ് പറഞ്ഞത് നമ്മൾ. സിനിമേനെയും പിന്നെ ഇവരെ കൂടി പറഞ്ഞു വെച്ച കാര്യങ്ങളും വെച്ചിട്ട് അവർ പറഞ്ഞു കാട്ടിക്കൂട്ടി വെച്ചതും ഇത്രയും നാൾ പോർട്രേറ്റ് ചെയ്ത് വെച്ചതും ഈ സിനിമയുടെ സക്സസ് ഇതൊക്കെ നോക്ക് നിങ്ങൾ. എന്നിട്ട് പറ സിനിമയുടെ ഒരു പോക്ക് എങ്ങനെയാണ്, ആ സിനിമ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നോക്കിയിട്ടൊരു അഭിപ്രായം പറ കേട്ടാ. സിനിമ കാണാത്തവർ അഭിപ്രായിക്കാൻ നിൽക്കല്ലേ, മിണ്ടാണ്ടങ്ങ് മാറി. കണ്ടവർ വന്നിട്ട് പറ. കാണാത്തവരാണെങ്കിൽ കാണണ്ട, വെറുതെ കാശ് കളയണ്ട. OTT വരുമ്പോൾ OTT നിങ്ങൾ ക്യാഷ് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ അതിൻ്റെ അകത്ത് കണ്ടു. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോഴും ഈ പടം കാണണ്ട, കാശ് നിങ്ങൾ കൊടുത്ത് കാണണ്ട, അവർക്ക് കാശ് കിട്ടണ്ട എന്നുള്ള രീതിയിലല്ല. OTT വരുമ്പോൾ പോയി നിങ്ങൾ വീട്ടിൽ സ്വസ്ഥമായിട്ടിരുന്ന് കണ്ടോ. അതാകുമ്പോഴേക്കും കുറച്ചൊക്കെ ഫാസ്റ്റ് ഫോർവേഡൊക്കെ അടിച്ച് കളയാനുള്ളൊരു ഓപ്ഷനെങ്കിലും അതിൻ്റെ അകത്തുണ്ട്. തിയേറ്ററിൽ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉറങ്ങിപ്പോകും നിങ്ങൾ സത്യം പറഞ്ഞാൽ.